ഹായ് ഫ്രണ്ട്സ്, ഈ ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ നശിപ്പിക്കാൻ പോവാണ് ട്രംപ്. എന്നേക്കുമായി ഇറാൻ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകാൻ പോവുകയാണ്. അതാണ് ട്രംപിൻ്റെ പ്രസ്താവനയാണ്. എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ചില ചോദ്യങ്ങൾ, നിങ്ങൾ ഇറാൻ ആക്രമിക്കാൻ കാരണം എന്താ? കാരണം അവിടുത്തെ ഭരണാധികാരികളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ ബോംബ് ഉണ്ടാക്കുന്നുണ്ട്. ഇസ്രായേലിന് ഭീഷണി എന്നറിയുകൊണ്ടാണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ എന്താണ് നിങ്ങൾ ഈ അന്ത്യശ്വാസം കൊടുക്കാൻ കാരണം? ഹോർമുസ് കടലിടുക്ക് അടച്ചതുകൊണ്ട്. ഇത് അന്ന് അടച്ചിരുന്നോ? നിങ്ങൾ യുദ്ധം തുടങ്ങുമ്പോൾ ഇത് അടച്ചില്ലായിരുന്നു. യുദ്ധം തുടങ്ങിയതിന് ശേഷം അത് അടച്ചത്. അതിൻ്റെ നിയന്ത്രണം ഫുള്ള് ഇറാൻ ഏറ്റെടുത്ത് അത് അങ്ങനെ ഒരു നിയന്ത്രണം ഇല്ലായിരുന്നു. ഇപ്പോൾ ഇറാൻ്റെ പൂർണ്ണമായി ഇറാൻ്റെ കയ്യിലാണ്. കപ്പൽ പോകണമെങ്കിൽ പൈസ കൊടുക്കണം. അതൊക്കെ അങ്ങനെ ആയി മാറി. അതൊക്കെ കാരണം ഇസ്രായേലും അമേരിക്കയും തന്നെ ആട്ടോ. അത് ലോകം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ. ഗൾഫ് രാഷ്ട്രങ്ങൾ നിങ്ങളെ ഗ്യാസും ഇതൊക്കെ വളരെ സൗകര്യത്തോടു കൂടി പോയ സ്ഥലം അതിലെങ്ങനെ. അപ്പോൾ അതില്ലാതാക്കാൻ കാരണം നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ ചെവി കടിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ എന്താണ്, പിന്നെ അവിടുത്തെ ഭരണാധികാരി പുറത്താക്കുക. അവിടെ ഭരണാധികാരികൾ കൊന്നു. ഓക്കെ, കുറേ ആൾക്കാരെ കൊന്നാലും അവിടെ അത് അവസാനിക്കുന്നില്ല. അവർ പൂർവാധികം ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവർ പറഞ്ഞത് അവരുടെ ആയുധങ്ങൾ പുറത്തെടുത്തിട്ടില്ല, ഇനി വലിയ വലിയ ആയുധങ്ങൾ പുറത്തെടുക്കാണ്ടെന്നൊക്കെ ഇറാൻ പറയുന്നത്. നിങ്ങളതിലും വലിയ വലിയ വിമാനങ്ങൾ അവർ നശിപ്പിച്ചല്ലോ. ഇപ്പോൾ ഒരു പൈലറ്റ് അവിടെ കുടുങ്ങി, അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പോയി. നിങ്ങൾ 2 വിമാനം നിങ്ങൾ തന്നെ നശിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. ഇറാൻ നശിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. ഏതായാലും നശിച്ചെന്നുള്ളത് സത്യാവസ്ഥയാണ്. കോടികൾ നഷ്ടമായ്മ കുടുങ്ങി. അതൊന്നും ഇതിൽ ആരും നശിപ്പിക്കാത്തതാണ്. ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഇറാൻ ഇപ്പം പരാജയപ്പെട്ട നിങ്ങളിപ്പോൾ ഒരു രാത്രി കൊണ്ട് ഇറാൻ ഫുള്ളിനെ നശിപ്പിച്ചേക്കാം. പക്ഷേ പരാജയപ്പെടുന്നത് ഇറാനല്ല, അവിടെ ഇറാൻ വിജയിക്കുകയാണ് ചെയ്യുന്നത്. പരാജയപ്പെടുന്നത് ഇസ്രായേലും അമേരിക്കയും തന്നെയാണ്. കാരണം അമേരിക്ക ഏതൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട്? വിയറ്റ്നാമിൽ ചെയ്ത് തോറ്റോടിയില്ലേ അമേരിക്ക. അഫ്ഗാനിസ്ഥാനിൽ ചെയ്ത് തുന്നം പാടില്ലേ. ഇറാഖിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ? ജയിച്ചിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇറാഖിൽ നിങ്ങൾക്ക് എത്ര നഷ്ടം കുടുങ്ങിയത് ഈ യുദ്ധത്തിൽ? അവിടെ വിജയിച്ചില്ല. നിങ്ങൾ യുദ്ധം തുടങ്ങിയതും വിജയിക്കില്ല. കാരണം നിങ്ങൾക്ക് തന്ത്രമില്ല, വിവേകമില്ല. അത് സാധാരണ ജനങ്ങളോടല്ല പറയുന്നത്, അടുത്ത ഭരണാധികാരികളോടാണ്. ചില ഭരണാധികാരികളോട്, ബുഷ്, ട്രംപ് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, അവരോടാണ് പറയുന്നത്. ബുഷിൻ്റെ കാലത്താണ് ഇറാഖിൽ യുദ്ധം ഉണ്ടായത്. ഇപ്പം അയാൾ ഏടാന്ന് പോലും അറിയില്ല. അമേരിക്കക്കാർക്ക് തന്നെ അറിയിക്കും ബുഷ് ആടാന്നുള്ളത്. അതിന് ട്രംപിൻ്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ട്രംപിന് ഇന്ന് പറഞ്ഞത് മാറ്റി പറയും, നാളെ പറഞ്ഞ് വേറെന്ന് പറയും. അതിന് നമ്മൾ വലിയ ഭാഷ ഉണ്ട്, പക്ഷേ ഞാൻ പറയുന്നില്ല, പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ട്രംപേ, നെതന്യാഹു, ഈ വിജയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് തല കുത്തി മാറ്റുന്ന കാര്യമില്ല. സ്വന്തം കാലടിയിലെ മണ്ണിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കാൻ പോവുക. നെതന്യാഹു ശ്രദ്ധിച്ചോ. സ്വന്തം രാജ്യത്തെ പ്രതിഷേധങ്ങൾക്ക് ഉയരുന്നുണ്ട്. അത് ലോകം അറിയുന്നില്ല, അത് കാര്യമില്ല. നിങ്ങൾ അവിടെ എത്ര മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ മൂടി വെക്കല്ലേ. പക്ഷേ ഇറാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. എന്തായാലും ആ താരൊക്കെ മരിച്ചാലും ഇത്ര ആൾ മരിച്ചിട്ടോ എന്ന് ലോകത്തോട് വിളിച്ച് പറയുന്നുണ്ട്. അതാര് മരിച്ചാലും. പക്ഷെ ആ ധൈര്യം പോലും കാണിക്കും. ഒരു മരണം പോലും മൂടി വെക്കുന്ന സ്വഭാവമാണ് ഇസ്രായേലിനുള്ളത്. ആ ജനങ്ങൾ മരിച്ചിട്ട് അത് അത്ര പേടിയാണ്. ഒരു മരിച്ചു വീരം പോലും പറയാൻ പേടിയേ ഇസ്രായേലിന്. ഇപ്പോൾ ഇസ്രായേൽ പെട്ടുപോയിക്കാണ്. കാരണം ഫലസ്തീനിൽ ആ പിഞ്ച് കുഞ്ഞുങ്ങളെ മുകളിൽ കൊണ്ടുപോയിട്ട് ബോംബിടുന്ന മാതിരി അല്ലത്. ഇവർ അതേ വിചാരിച്ചു രാത്രി ഒരു ദിവസം കൊണ്ട് പോയിട്ട് ഇറാൻ നശിപ്പിക്കുക, ഭരണാധികാരി പുറത്താക്കുക, നമ്മളെ കസേരയിൽ കയറിയിരിക്കുക, എല്ലാ എണ്ണപ്പാടങ്ങളൊക്കെ നമ്മൾ കയ്യിലാക്കുക ഒക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തെറ്റിപ്പോയി. അമേരിക്ക ഒക്കെ തെറ്റിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പരാജയത്തിൻ്റെ പടുകുയിലേക്കാണ് പതിക്കാൻ പോണത്. ഈ രാത്രി നിങ്ങൾ എന്താക്കും എനിക്കറിയില്ല. നിങ്ങൾ വലിയ വലിയ ബോംബുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടിട്ട് ഇറാൻ മൊത്തം എല്ലാ കോടി ജനങ്ങൾക്ക് മരിച്ചായിട്ട് പോയാലും പരാജയം ട്രംപിനും നെതന്യാഹുവിനും തന്നെ ആയിരിക്കും. അത് ചിലർക്ക് അംഗീകരിക്കാൻ മടിയുണ്ടാവും പക്ഷേ പിന്നേക്കറിയാം. അത് വെച്ചാൽ ഇറാനിൽ മാത്രമായിട്ടല്ല, ഇറാനിലൂടെ ബോംബിട്ട് ഫുള്ള് നശിപ്പിച്ചാലും ആ മേഖല ഫുള്ള് ഇതായി മാറും. ഇസ്രായേലും പെടും, മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങൾ പെടും, ഇതൊക്കെ പെടും. അതുകൊണ്ട് ഇനി നല്ലൊരു സമാധാനത്തിൽ ലോകം നീങ്ങട്ടെ. ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചില ഈജിപ്തും പിന്നെ പാകിസ്ഥാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തുർക്കിയിലെ തലസ്ഥാനത്ത് നിന്നൊരു ഇസ്രായേൽ എംബസി തകർത്തൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ വാർത്തയിൽ വന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ലോകത്തിലേക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധമൊക്കെ. ഇത് ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഒരു ഹോട്ടൽ തുടങ്ങി കുടുങ്ങി. അവിടേക്കാണ് ട്രംപും നെതന്യാഹുവും പോയതിപ്പോൾ. ഏതായാലും പരാജയം പോവാണ്. അപ്പോൾ ഇനി അത് ഇറാനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ വിചാരിച്ചാൽ രംഗത്ത് ഇറങ്ങിയിട്ട് നശിപ്പിക്കാനുള്ള പരിപാടി ഒരു വയങ്ങാത്തതുകൊണ്ട്. അത് ഹോർമുസ് കടലിടുക്ക് ഞാൻ അവർ വിട്ടു തരാമെന്നുള്ള പോകുന്നില്ല. ഇനി എന്ത് സംഭവിച്ചാലും വേണ്ടില്ല. അവർക്ക് ഇറാനിൽ മരിക്കാൻ പേടിയില്ല.
ഇസ്രായേലിനും അമേരിക്കയും മരിക്കാൻ പേടിയാണ്. അതെന്നെ ഒരു കാരണം. അതുകൊണ്ട് ലാസ്റ്റ് പറയാനുള്ളത് യുദ്ധമൊക്കെ അവസാനിക്കട്ടെ, ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ, പഴയ ഇതിലേക്ക് നമ്മുടെ ലോകം നീങ്ങിപ്പോകട്ടെ, എല്ലാവരും ഒത്തൊരുമിച്ചിട്ട്. ഈ ട്രംപിന് ഇതിനൊക്കെ തെറ്റ് പറ്റിയതാണല്ലോ, അവർക്കൊക്കെ തെറ്റൊക്കെ തിരുത്തി ഇറാൻ എല്ലാവരുമായിട്ട് സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകാൻ ലോകത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഈ കാര്യങ്ങൾ നിർത്തുന്നു.